ഇപ്പോൾ ഓഡിയൻസിന് പല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ടേസ്റ്റും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 3 ടൈപ്പ് ഓഫ് മ്യൂസിക് കൊടുത്തത്. അപ്പോൾ അതിൽ ഓഡിയൻസ് ഏതാണോ കൂടുതൽ സെലക്ട് ചെയ്യുന്നത് അത് നമ്മൾ മൂവിയിലേക്ക് കൂടുതൽ യൂസ് ചെയ്യാന്നുള്ള പ്ലാൻ ആയിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു മെയിൻ മ്യൂസിക് തന്നെയാണ് ഓഡിയൻസ് ചൂസ് ചെയ്തത്. നമ്മൾ അതെ ജംഗിൾ ബീസ്റ്റ്. അപ്പൊ അത് തന്നെയാണ് സിനിമയിലേക്കും നമ്മൾ കൂടുതൽ എക്സ്റ്റൻഡഡ് വേർഷൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഐമാക്സും എപ്പിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ 1.9 എന്തായിരുന്നു 1.1:90. അപ്പോൾ അതായത് ഐമാക്സ് റേഷ്യോയിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. അത് തുടക്കം തൊട്ടേ നമ്മളെ രണദേവ് നമ്മളെ ക്യാമറാമാൻ പുള്ളിയുടെ നിർബന്ധമായിരുന്നു നമുക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ നമ്മൾ എപ്പിക്കായിട്ടും സംസാരിച്ചിരുന്നു. അപ്പോൾ ഐമാക്സ് ആയിട്ട് എനിക്ക് തോന്നുന്നു നമ്മളൊരു മാർക്കോയ്ക്ക് ശേഷം തന്നെ ഐമാക്സ് ആയിട്ട് നമ്മൾ കോൺടാക്റ്റിലുണ്ട്, സ്ഥിരമായിട്ട് കോൺടാക്റ്റിലുണ്ട്. പക്ഷേ ഐമാക്സിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു മാസത്തിൽ ഒരു മൂവി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹോളിവുഡ് സിനിമ ഏതാണോ മെയിലെന്ന് നോക്കുന്നുണ്ട് അവർ. അപ്പോൾ ഇല്ലെങ്കിൽ മാത്രം നമുക്ക് കാട്ടാനുള്ള ചാൻസ് ഉള്ളൂ. പക്ഷേ ഐമാക്സിൽ നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിൽ പടം കാണാൻ പറ്റും. പക്ഷേ ഞങ്ങൾ നോക്കുന്നത് ഫിലിം ഫോർ ഐമാക്സ് എന്ന രീതിയിൽ ഐമാക്സ് സർട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ സിനിമ നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിൽ കാണാൻ പറ്റും. അല്ലാതെ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ചില സിനിമകൾ നോർമൽ തിയേറ്റേഴ്സിൽ ഫുൾ സ്ക്രീൻ ആണെങ്കിൽ ഐമാക്സിലും എപ്പിക്കിലും കട്ടുണ്ടാവും. ഇതിലതുണ്ടാവില്ല. ഇതിലതുണ്ടാവും 2 തിയേറ്ററിലും ഫുൾ സ്ക്രീനിൽ ഓഡിയൻസിന് കാണാൻ പറ്റും. അത് ഗ്യാരണ്ടീഡ് ആണ്. ഭാവിയിൽ ക്യൂബ്സ് എന്റർടൈൻമെന്റ് ബാനറിൽ ഒരു ഐമാക്സിലൊക്കെ ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന പടം വരുമോ? നമുക്ക് ആഗ്രഹമുണ്ട്.